നമ്മളിപ്പോ ഒരു ഫുഡ് ഉണ്ടാക്കി അതില് പിന്നെ അത് എത്രത്തോളം സ്പെഷ്യൽ അല്ലെങ്കിൽ എത്ര രുചിയുണ്ട് എന്ന് അറിയാന്നുള്ളത് ഒരു ടാസ്ക് ആണ്. അതുപോലെയാണ് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിളമ്പി വെക്കുന്ന ആ ഒരു ഭംഗി, ആ ഒരു ഭംഗി, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? അതൊരുപാട് ഇമ്പോർട്ടൻസ് തന്നെയാണല്ലോ ഉള്ളത്. അതിന്റെ പ്രസന്റേഷൻ നമുക്ക് തിന്നണമെന്ന് തോന്നും. മനസ്സാണല്ലോ എല്ലാം തീരുമാനിക്കുക. ഇത് ടേസ്റ്റ് ഉണ്ടോ, ഭംഗിയുണ്ടോ, അപ്പൊ അതെല്ലാം മാറ്റേഴ്സ് ആണ്. അതെ, നമുക്കൊന്ന് നോക്കാൻ പോയാലോ? അതായിരിക്കും നല്ലതെന്ന്. ആനി ചേച്ചി, ഇപ്പൊ നമ്മൾ ആ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവാണ്. ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിൽ വന്ന 20 കണ്ടസ്റ്റൻസിൽ നിന്നും ആർക്കാണ് ആ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ആൻഡ് തേർഡ് പ്രൈസ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ അറിയാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാൻ, പ്രൈസ് കണ്ടുപിടിക്കാനല്ല, ടേസ്റ്റ് ചെയ്യാൻ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം രണ്ടുപേരും. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. രണ്ട് ജോലിയാണ് അഭിത്തേക്ക് ഉള്ളത്. ടേസ്റ്റ് ചെയ്യണം, ജഡ്ജ്മെന്റ് പറയണം. ഓക്കെ, സോ ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ് പവേർഡ് ബൈ മൈജി, കോ പവേർഡ് ബൈ ഫ്ലോറ ഫാന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക്, അസോസിയേറ്റ് സ്പോൺസർ കേരള ദിനേശ് ആൻഡ് സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ് സമ്മാനിക്കുന്ന ആ ആദ്യത്തെ സമ്മാനം ഫസ്റ്റ് പ്രൈസ് 50,000 rupees ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അതുപോലെ കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് നൽകുന്ന 30,000 ക്യാഷ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അതുപോലെ സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ 25,000 rupees തേർഡ് പ്രൈസ് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് നമ്മൾ അറിയാൻ പോവാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അത് അറിയും. ഓക്കെ, We'll go for some grapes. That's better. അഭിത്തൊക്കെ വെക്കാൻ പോവാ കൈ പേടിണ്ട. ഇതെന്താ സംഭവം? നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ 3 കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കളർ എന്ന് വെച്ചാൽ നാച്ചുറൽ കളർ. പർദ ബിരിയാണിയാണോ? അല്ല, ഇത് ഞങ്ങളുടെ ഡയമണ്ട് മലബാർ ദം ബിരിയാണി. അപ്പൊ ഇതിങ്ങനെ ചപ്പാത്തി പോലെ ഉണ്ടാക്കി അതിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ കല്ലിലിട്ട് ചുട്ടെടുത്ത. അഭിത്ത ചിക്കന്റെ വേവ് ഡീറ്റെയിൽ ഇല്ലേ, അങ്ങനെ നോക്കുള്ളൂ. നമ്മളതല്ല, രുചി. ഇതെന്നാ 3 പാത്രത്തില് മസാല ഒന്ന് എന്നാ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ. ഞാനും കൂടെ ജോയിൻ ചെയ്തോട്ടെ? മിണ്ടാണ്ടിരുന്നോ? ചെയ്യിപ്പിക്കണോ? വിവരമുണ്ടോ? വിവരം ഉണ്ടായിട്ടാണോ വന്നേന്ന്? ഇതിനെ പറ്റി പറയാൻ അറിയില്ല. മൈക്ക് പിടിച്ചേരാ. ആ പണിക്ക് വന്നു. അതാ നല്ല. ഇത് കണ്ടോ, ഇത് സെർവ് ചെയ്ത വ്യത്യാസം. കഴിച്ചു. പാറു, നിനക്ക് ഇച്ചിരി തരട്ടെ പാറു? ഭാവിയിൽ എന്തോ ആവാനാ ഇഷ്ടം? ഷെഫാവാനാ ഇഷ്ടം? എൻ്റെ മോന് സ്കൂളില്ലാത്ത ദിവസങ്ങളില്, അതേപോലെ തന്നെ ഇപ്പൊ ഈ വെക്കേഷനില് ഞങ്ങളവിടെ ഹോട്ടലില് പോവലുണ്ട്. ഡെയിലി പോവും. രാവിലെ 11 മണിക്ക് പോയി രാത്രി 12 മണിക്കാ വരിക. ഹോട്ടലുണ്ട്? അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഉപ്പാന്റെ കടയിൽ പോവും. വെറുതെ കണ്ടാച്ചിട്ട് അവിടെ പോവും, പണിക്ക് പോവും. അവിടെ വിളമ്പാനും കൊടുക്കാനും ടേബിള് ക്ലീൻ ചെയ്യാനും ഒക്കെ ചെയ്യും. നല്ല കാര്യമാണ്. ഞാൻ റെസ്റ്റോറന്റ് നടത്തിയ സമയത്ത് എന്റെ മക്കളും ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഞാൻ സൂപ്പർ.
അങ്ങനെ തന്നെ വേണം. തമ്പുരാൻ നല്ലൊരു ഫ്യൂച്ചർ കൊച്ചിന് കൊടുക്കും കേട്ടോ, ഉറപ്പാണത്. ഇവ എന്നോട് പറഞ്ഞതാണ് ആദ്യം കുറച്ച് 2 വർഷം മുമ്പേ, അമ്മ എന്തിനാ വെറുതെ നിക്കണേ, നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടൂടെ. നിങ്ങൾക്ക് 3rd ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് സങ്കടവും ഡിപ്രഷനും വന്നിരുന്നു. പ്രഗ്നൻസി 5 മന്തില് അബോഷനായി. അതിനുശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഇവ എന്നോട് പറഞ്ഞു, എന്തിനാ വെറുതെ നിൽക്കണത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ആക്റ്റീവ് ആവൂലേ. അങ്ങനെയാണ് ഓൻ ആദ്യമായിട്ട് എനിക്കൊരു വീഡിയോ എടുത്തെന്ന്, ചിക്കൻ നഗറ്റ്സ് പറഞ്ഞ്. അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി. അന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ സക്സസ് ആവുന്നു. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി, എഡിറ്റിങ് പഠിച്ചു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് എനിക്ക് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇത്രയും വലിയ പ്ലാറ്റ്ഫോം ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഇത്ര സമയം വരെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കാണുന്ന ആബിദ ഇല്ലേ, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഒന്ന് വിറ്റാ മതി എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാല് ദം ബിരിയാണി കോൺടെസ്റ്റ് കിട്ടിയില്ല സെലക്ഷന്. അതെനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്കത് ഫൈനൽ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആബിദത്താനെ കാണാൻ പോണത് ബീച്ചില്. അപ്പൊ ആബിദത്തിനോട് പറഞ്ഞു, ഈ വീഡിയോ എടുത്ത് ഡെയിലി അപ്ലോഡ് ചെയ്യുക, അപ്പൊ ഈ ഒരു ദിവസം സക്സസ് ആവും പറഞ്ഞു. അതിനുശേഷം ഞാൻ ദം ബിരിയാണിന്റെ വീഡിയോ വ്ളോഗ് ചെയ്തു. എനിക്ക് നല്ല വ്യൂസ് കിട്ടി. അന്ന് കുറേ ആൾ എന്നെ കണ്ടിട്ട് പിന്നെ എന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി, ഈ ദം ബിരിയാണി കോൺടെസ്റ്റ് വ്ളോഗ് ചെയ്ത ആളല്ലേ. തീർച്ചയായിട്ടും അല്ലെ, അബിതാക്ക അങ്ങനെയാണ്. എല്ലാവരും മാക്സിമം എൻകറേജ് ചെയ്യും, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും. ഈവൻ മീഡിയ കൂടെ അല്ലെങ്കിൽ പോലും ഇപ്പൊ തന്നെ ലൈവ് അല്ലായിരുന്നു അന്ന്. സത്യം, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അബിത ഇസ് സോ സ്വീറ്റ് അല്ലേ. ഈ ചോറ് എങ്ങനെ മഞ്ഞ കളറായത്? മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇജ്ജ് എന്താ ചെയ്തേ? കട്ട് ചെയ്ത് ഫ്രൂട്ട് വെജിറ്റബിൾസ് ഒക്കെ, പിന്നെ വയറ്റലും ഇതൊക്കെ ചെയ്തു കൊടുത്തോ? പിടിക്കാന്നല്ലോ. അപ്പൊ ഞാൻ ഏത് കഴിക്കണം, ഇത് കഴിക്കണോ ഇത് കഴിക്കണോ? ഏതിലാ മസാല കൂടുതല്? രണ്ടിലും ഒരുപോലെയാ? അപ്പൊ അലങ്കരിച്ച് വെച്ചത് പൊട്ടിക്കണോ ഇത് പൊട്ടിക്കണം? ഏത് കഴിക്കണം? ഇപ്പം ഞാൻ പറയുന്നത് ചെയ്യുള്ളൂ. ഇന്ന് ഇത് കഴിച്ചോ? ഇതല്ലേ? ശരി, ഓക്കെ. ഇനി അതൊന്ന് മാറ്റം വേണ്ട. അബിത ഇത് ബിരിയാണിക്ക് ആ ചൂട് ഇങ്ങോട്ട് പൊട്ടിച്ച് ആവി പറക്കുമ്പോ ആ ഒരു മസാലേന്റെ സ്മെല്ലും ദമ്മ് പൊട്ടിക്കാന്ന് പറഞ്ഞാല് പഴുത്ത മാങ്ങ നമ്മള് ചക്ക വറുത്തുന്ന പോലെ പോരെ. പിന്നെ അതിൽ ക്രഷ് ചെയ്തിടുക, പിസ്തയും ഇതെല്ലാം. വേറൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? ഇത് നോക്കൂ, ദിസ് ഇസ് ക്യാപ്സിക്കം. കണ്ടോ എന്ത് രസാന്ന് നോക്കൂ. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിൽ ആ സേവ് ചെയ്യണോടത്ത കാര്യം, കാരണം നമുക്ക് കഴിക്കാൻ തോന്നില്ല, ആ സേവ് ചെയ്യണോടത്താണ്. സത്യം, സത്യം. ആ പറഞ്ഞ വളരെ ശരിയാണ്. ഇതിപ്പോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് ബിരിയാണി? അല്ല, നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല നെയ്യും വെളിച്ചെണ്ണയും. ശരി, ഒരു മലപ്പുറത്തെ ഒരു ട്രഡീഷണൽ ബിരിയാണി ആയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വളരെ പണ്ട് കാലത്ത്. ഇപ്പൊ കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. പാറു, കുഞ്ഞാലിക്കന്റെ ബിരിയാണി വർഷങ്ങൾ പഴക്കമുള്ളത്. സംസാരമൊന്നുമില്ല, നേരെ. അതെ, വർത്താനമൊക്കെ നിങ്ങൾ പറഞ്ഞോ, ഇവിടെ ഞാൻ കാര്യം നോക്കട്ടെ. ഇത്ത കഴിച്ചു നോക്കി. അതെ, ദ ക്വീൻ ഓഫ് മാപ്ല കുസൈൻ പറയണല്ലോ. ഞങ്ങളൊക്കെ പാവം.
ഒത്തിരി പാത്രങ്ങളുണ്ട്. ഒരു കുറെ നേരമായിട്ട് ഞാൻ ആ സോഫയിൽ ഇരിക്കുവാണ്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ തിന്നുന്നത് കണ്ടോണ്ടിരിക്കലാണ്. നീ ഒന്ന് പോവോ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. മണം അടിച്ചിട്ട് നിക്കാൻ വയ്യ ചേച്ചി പ്ലീസ്. എനിക്കൊന്നും പറയാം, ഞാൻ ഇത്ര നേരം ഇവിടെ കൂടാണ്. ഇവർ രണ്ടുകൂടെ തീരുമാനിക്കട്ടെ, ഞാൻ പോണോ വേണ്ട. ഇപ്പൊ പറഞ്ഞോ. ഒരു ബിരിയാണി ഞങ്ങൾ എന്തായാലും പോവാൻ പറയില്ല അല്ലെ? ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ നിന്നോട് വെക്കുമെന്ന്? പോവാൻ പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിക്കുന്നതാണ് അവർക്ക് സന്തോഷം. അങ്ങനല്ലേ, നിന്നോട് അവര് പോവാൻ പറയില്ല എന്ന്. അപ്പൊ ബൈ പറു, ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, ഞങ്ങൾ കുറച്ച് തിരക്കാം. എനിക്ക് ഇത്തിരി മനസാക്ഷി ഉള്ളതുകൊണ്ട് വലിഞ്ഞേറി വരുകയും ചെയ്യും. ഫുഡിനല്ലേ? ആ അത് തന്നെ. ആക്രാന്തം പിടിച്ച് വന്നല്ലേ. വരൂ വരൂ. ചില്ലി ഫ്ലേക്സും പിന്നെ പുതിന ഇലയും കൂടി ചെയ്താണ്. ഇതെന്താ സംഭവം? പൊരിച്ച ബിരിയാണിയാ? അല്ല, ഇത് ഔഷധക്കോഴിയാണ്. ഔഷധ ചിക്കനും റൈസും. ഹെൽത്തിയാണ്. ഓവർ അങ്ങനത്തെ എണ്ണകളോ അങ്ങനെ ഒന്നുമില്ല. ഇതെന്തായാലും പ്രേക്ഷകർ മനസ്സിലാക്കണം കേട്ടോ. മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പം ചെയ്യാൻ പറ്റാത്ത ബിരിയാണിയാ. കഴിക്കാൻ പാടില്ല, അത് ഇന്നത് കഴിക്കല്, പുളി കഴിക്കരുത് എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഇത് ഉണ്ടാക്കി അവർക്ക് കഴിക്കാമല്ലോ. ഭയങ്കര ആ ഔഷധങ്ങൾ ചേർന്നതല്ലേ. അപ്പൊ വൈദ്യന്മാരും ഒന്നും പറയില്ല. പണ്ട് കാലത്ത് എന്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. മസാലയൊക്കെ നമ്മൾ ചെയ്തതാണ് ചേച്ചി. പുറത്തുനിന്ന് ഒരു പൊടി ആഡ് ചെയ്തിട്ടില്ല. ഒക്കെ വീട്ടില് പണ്ട് ഉമ്മ അങ്ങനെ ആയിരുന്നല്ലേ. ഒക്കെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടുണ്ടാക്കിയ പൊടിയാണ് ഇതിൽ ആഡ് ചെയ്തത്. നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യം നമ്മളിലേക്ക് പകരുമ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. ആക്ച്വലി ബിരിയാണിയുടെ കണ്ണ് കാട്ടിൽ എനിക്ക് ഈ കണ്ണിനോടാണ് ഭയങ്കര ഇഷ്ടം തോന്നിയത്. ഇത് പക്ക ട്രഡീഷണൽ ബിരിയാണിയാണോ ചേച്ചി? ഇത് നാടൻ ബിരിയാണിയാണ്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് തേങ്ങാപ്പാലും തേങ്ങയുടെ പൊങ്ങ് അരച്ച് ചേർത്തിട്ട്. ഇനി ചോദിക്കുന്നതിന് മുന്നേ കൊടുക്കട്ടെ. അല്ല ചേച്ചി ചേച്ചി എനിക്ക് 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 നിർന്ന് നിലവിളിക്കും. നമ്മളുടെ ഈ മണം അടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണോ ചേച്ചി? എല്ലാവരും പറയില്ലേ ഭക്ഷണത്തിന്റെ മണം അടിച്ചടിച്ച് പിന്നെ നമുക്ക് നമ്മൾ കഴിക്കാൻ പറ്റില്ല. ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് മടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ കഴിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അല്ലേ? അങ്ങനെയല്ലേ? അതെ, ലാസ്റ്റായി ഞാൻ സദാ ദം ബിരിയാണിയാണ്. എന്താ കൈമ. Annie's Kitchen Cookery Contest powered by MyG, co-powered by Flora Fantasia Amusement Park, associate sponsor Kerala Dinesh. യെസ്, അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ ഓൾറെഡി ഡൺ ആയി കഴിഞ്ഞു. എല്ലാരും ദമ്മൊക്കെ പൊട്ടിച്ചു. ഇവിടെ ജഡ്ജസ് ഒക്കെ വന്ന് ടേസ്റ്റ് ചെയ്തു. ഇപ്പൊ അവരിവരുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാരും ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മളെല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഇവിടെ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ മത്സരത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വന്തം മക്കളുടെ കൂടെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഓൾറെഡി നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആണ്. ടേസ്റ്റ് ചെയ്തപ്പോ ഒക്കെ എല്ലാവരുടെയും ബിരിയാണി ഒന്നിനൊന്നിനെ മെച്ചാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ്. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം, ഒരു കോൺടെസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമുക്കൊരു ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ആൻഡ് തേർഡ് പ്രൈസ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരികയാണ്. ഫസ്റ്റ് പ്രൈസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 റുപ്പീസിന്റെ പ്രൈസ് ആൻഡ് ഈ ഒരു മൊമെന്റോ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് സെക്കൻഡ് പ്രൈസ് കോഴിക്കോടൻ അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് നൽകുന്ന 30,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആൻഡ് ഈ ഒരു മൊമെന്റോ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് തേർഡ് പ്രൈസ് സദു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന 25,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആൻഡ് ഈ ഒരു മൊമെന്റോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ആ ജഡ്ജ്മെന്റിലേക്ക് പോവാണ്. അപ്പൊ ഒബ്വിയസ്ലി ജഡ്ജ്മെന്റ് ചെയ്യാൻ നമുക്ക് ആ 2 വ്യക്തികളെ വിളിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ആനി ചേച്ചിനെയും ഇത്തരം. യെസ്, അപ്പോ ആനി ചേച്ചിയും അഭിജിത്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ചേച്ചി, നിങ്ങള് ഈ 20 കണ്ടസ്റ്റൻസിന്റെയും ടേസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് നിങ്ങൾ അവിടെയൊക്കെ പകുതി എത്തിയപ്പോ തന്നെ ഇവിടെ കഴിച്ചു തുടങ്ങി. 2 ആൾക്കാരെ കഴിച്ച് ക്ഷീണിച്ച് ഉറക്കം വന്ന് 2 എണ്ണം പുറകിലിരിക്കുക. അങ്ങനെ ഇരുത്തുന്നത് ശരിയാണോ? അയ്യോ, വിളിക്കാത്ത കല്യാണത്തിനോ കേറി വന്നു. പക്ഷെ എനിക്ക് എന്താ അറിയോ, എന്റെ അഖിൽ കൊച്ചിനൊന്നും കൊടുക്കാനൊത്തില്ല, നിങ്ങളോട്ട് കൊടുക്കാൻ സമ്മതിച്ചൂല. 2 എണ്ണം ഇടിച്ചു കയറി. ഞാൻ നേരത്തെ ഒരു കാര്യം പറയില്ലേ, വേണ്ടത് നമ്മൾ കേറി ചെന്ന് ചോദിച്ചു വാങ്ങിക്കാം. ഞാൻ കേറി വന്നു, ചേച്ചി കേറി വന്നു. നിങ്ങളൊന്നും പരിഗണിക്കാതിരുന്നേൽ എനിക്ക് വലിയ പ്രയാസമായി പോയി. കൊച്ചിന് ഞാൻ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. ആഹാ, അങ്ങനെ ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം. എന്തായാലും ഉറക്കം തൂങ്ങിയിരിക്കല്ലേ, ബാ 2 പേരും വാ. ബിരിയാണി കഴിച്ച് സൂചിച്ചെങ്ങിരിക്കുവേ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീം എല്ലാരുമായി. സോ ദ പ്രിൻസിപ്പൽ, അതിനു മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ഇത്രയും ബിരിയാണി ടേസ്റ്റ് ചെയ്തു. എനിക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ആയുർവേദത്തിന്റെ മിക്സ് കൂട്ട് വെച്ചിട്ട് ഒരു ബിരിയാണി ചെയ്തു. അത് ഭയങ്കര നല്ലായിരുന്നു. കാര്യം നമുക്ക് ഔഷധത്തിന്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരു ബിരിയാണി കഴിച്ചതിന്റെ ഒരു സന്തോഷവും അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, ഇനി അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാരും ഓരോ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞാലിന്റെ കാരനടുത്തുനിന്ന് പഠിച്ച ബിരിയാണി, അത് മറന്നോ? അയ്യോ, മറന്നില്ല. ആ ചേച്ചി പഠിച്ചത്. അങ്ങനെ ചില ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ അമ്മന്റെ അമ്മ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ബിരിയാണി കഥ ഉണ്ടായിരുന്നു. മസാലാസ് യൂസ് ചെയ്തിട്ട് അവര് തന്നെ. എന്ത് വന്നാലും എനിക്ക് 3 പ്രൈസേ എന്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും കൊടുക്കാനാണ് എന്റെ ഇഷ്ടം. എന്താ ചെയ്യാ? എല്ലാവരുടെ ഫേസിലേക്ക് നോക്കിയേ, കള്ളച്ചിരിയാ ചിരിച്ചേക്കണം. അതായത് ചിരിക്കും തൊട്ട് ഉള്ളില് നെഞ്ചെടുപ്പ് നമുക്ക് കേൾക്കാമല്ലേ. മത്സരമാണ്. എന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞാനൊക്കെ റിയാലിറ്റി ഷോ പ്രോഡക്റ്റ് ആണ്. എനിക്കറിയാം ഒരു ലാസ്റ്റ് നിമിഷത്തിൽ വന്നു നിൽക്കും. ഇനി എത്രയൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും. സത്യം. എന്നാലും ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. 3 ആളെ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളത് ഒരു ചടങ്ങായി പോയി. ഇതിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനം കിട്ടും. കോൺഫിഡന്റ് ആയി എനിക്ക് ഒറ്റക്ക് നിന്ന് ചെയ്യാൻ പറ്റും അല്ലെ, എനിക്കൊരാള് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റിയാൽ ഇന്ന് ഞങ്ങൾ 2 പേരെ തന്നു, ഇനി നാളെ ഒന്നായിട്ട് വരാനും എളുപ്പമായി അല്ലേ. സോ ദാറ്റ് ഡെവലപ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അതാ വേണ്ടത്. എന്നിരുന്നാലും ഞാൻ ഈ പ്രൈസ് ഒന്ന് അനൗൺസ് ചെയ്യാം. പറയട്ടെ? അപ്പോ ആനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റ് പവേർഡ് ബൈ മൈജി, കോ പവേർഡ് ബൈ ഫ്ലോറ ഫെന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക്, അസോസിയേറ്റ് സ്പോൺസർ കേരള ദിനേശ്. ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് റണ്ണറപ്പ് ആരായിരിക്കും? എനിക്കറിയാം ആരാന്ന്, നിങ്ങൾ പറയാ ആരായിരിക്കും. മാത്രമേ അറിയൂ. ആ വിന്നർ നമ്പർ 7. സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്നത് ഹസ്ന ആൻഡ് ഹാദി.
കൃഷ്ണ. കൺഗ്രാറ്റുലേഷൻസ്. Congrats. ഇനി സ്മാർട്ട്. സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ 25,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആൻഡ് മൊമെന്റും ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോ സെക്കൻഡ് റണ്ണറപ്പിന് ആ ഒരു 25,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്കിന്റെ മാധവൻ PRO മാർക്കറ്റിംഗിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക് യു മാധവൻ സർ, താങ്ക് യു. അഖിലേ വാ, എന്റെ കൊച്ചു പിണങ്ങി നിൽക്കാതെ വന്ന്. ശ്രീവിദ്യേച്ചി രണ്ടുപേരും ഒന്നിച്ച് ഇനിയും പരാതി വേണ്ടല്ലേ. എനിക്ക് പോകേണ്ട ഒരു പിള്ളേപ്പ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ഹസ്ന ആൻഡ് ഹാദി. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റണ്ണറപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് റണ്ണറപ്പ്. എല്ലാരും ഇങ്ങനെ നോക്കി. സെക്കൻഡ് പ്രൈസ് പറയട്ടെ. ഇത് പറഞ്ഞിട്ട് ഇത് എന്തൊരു സംഭവം. ഇതിപ്പോ അവരെക്കാൾ ടെൻഷൻ ഇവിടെ അതാ നമുക്ക് ടെൻഷനായി തുടങ്ങി. ഒടക്കി സാമി തേങ്ങ എന്ന് പറയും പോലെ. ടേബിൾ നമ്പർ 2. Wow! Table number 2, Nasiba and Anisha. Annie's Kitchen Cookery Contestന്റെ സെക്കൻഡ് പ്രൈസ് അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് നേടിയിരിക്കുന്നത് നസീമ ആൻഡ് അനീഷ. എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റ്സില്? പറയാൻ കിട്ടണില്ല. കൊറേ നേരം ഞാനിങ്ങനെ ഇവിടെ നിക്കണ, എനിക്ക് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്റെ മോളെ കൊറേ നേരം ഇവളെ വീട്ടിൽ നിന്ന് വിളിക്കണ. മക്കള് ഇതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞ മോളെ കുറച്ചേരം കൂടി എനിക്ക് വേണ്ടിച്ച് ഒന്ന് നിക്ക്, ഞാൻ ഓളെ എനിക്ക് വിട്ടു തരൂലേ ഇനി ഓല്. ഞാൻ പറഞ്ഞു മോളെ എന്തായാലും എനിക്ക് കുറച്ചേരം ഒന്ന് വിട്ട് നിക്ക്, ഞമ്മക്കിത് കഴിഞ്ഞിട്ട് എന്തായാലും പോകടി. കാരണം എന്റെ കുട്ടീനെ എനിക്ക് ഇന്ന് കിട്ടിയതാണ്. അപ്പൊ ഓളിയും കൊണ്ടുവന്നിട്ട് എനിക്കിത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഒരു വലിയ കയ്യടി കൊടുക്കണം, ഒരു വലിയ കയ്യടി. ഓക്കെ, സോ ക്യാഷ് പ്രൈസ് നൽകാനായി സെക്കൻഡ് പ്രൈസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്ന കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിന്റെ ഡയറക്ടർ മുഹമ്മദ് ഷഹാൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ₹30,000 ആണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു. ഇനി മൊമെന്റോ നൽകാനായിട്ട് ചേച്ചി. എനിക്ക് വേറെ ആരുമില്ല. അഖിലേ വാ മോനെ, കൊടുക്കടാ. ചേച്ചി ഇച്ചിരി ബിരിയാണി തരാതെ മേടിക്കുമ്മാ, ചിരിച്ചോണ്ട് മേടിക്കാം. അതന്നെ. കരയല്ലേ. ആനീസ് കിച്ചൺ കുക്കറി കോntestന്റെ സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നു നസീമ ആൻഡ് അനീഷ. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ആനീസ് കിച്ചൺ ഫുഡ് കോntestന്റെ ആ ഒരു വിന്നർ ആരാണ്? ആ വിന്നർ സൂപ്പർ നോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് നേടുന്ന ആ ഒരു വിന്നർ ആരാ? അപ്പൊ സൂപ്പർ നോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന ആ ഒരു 50,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ആൻഡ് ആനി ചേച്ചിയുടെ കൂടെ ആ ഒരു എപ്പിസോഡ്, നമ്മുടെ ആനീസ് കിച്ചണിൽ ആ ഒരു എപ്പിസോഡ് ചേച്ചിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്ന ആ ഒരു വിന്നർ ആരാണ്? അബീത. എല്ലാരും ഒന്ന് നോക്കട്ടെ ഒന്നും കൂടിയേ. എന്നൊന്നും വിഷമം തോന്നരുത് അല്ലേ?
അതെ. ഒരിക്കലും വിഷമം തോന്നേണ്ട ആവശ്യമില്ല. അമൃത TV-യിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി അമൃത TV അവരത്രയും കവർ ചെയ്തു. എത്ര ആള് കാണാൻ പോകുന്നുണ്ട്, നാളെ ഇതിനോടുള്ള ഗുണങ്ങളാണ് അവർക്ക് കിട്ടാൻ പോണത്. എനിക്ക് ആർക്കാന്നറിയില്ല, ഇവിടെ ഒരു നമ്പറേ എനിക്ക് അറിയൂ. ടേബിളിന്റെ മുകളിലുള്ള നമ്പർ വെച്ചിട്ട് ഏത് ടേബിൾ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ടേബിളിന്റെ നമ്പർ 18. ജെസി കബീർ and ഷസ്ന കബീർ, congratulations. ആനീസ് കിച്ചൺ കുക്കറി കോntestന്റെ ടൈറ്റിൽ വിന്നർ ജെസി കബീർ and ഷസ്ന കബീർ. ആനീസ് കിച്ചൺ കുക്കറി കോntestന്റെ ടൈറ്റിൽ വിന്നർ ആണ് ആയിരിക്കുന്നത്. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എന്തായാലും ഈ ഒരു വിന്നറായാലും സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പിന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇൻട്രോ എടുത്ത് പോയിട്ട് രാത്രി 7 മണിയായിരുന്നു വീട്ടിലെത്താൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതിനുള്ളൊരു ഇത് ഫലം എനിക്ക് എന്തായാലും ഉണ്ടായി. ഇത്തടെ ഹസ്ബൻഡ് ആണ് അല്ലേ? എന്ത് തോന്നുന്നു? ടൈറ്റിൽ വിന്നർ ആണ് ആയിരിക്കുന്നത്. രണ്ടുപേരും കൂടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എല്ലാ ഐറ്റംസും പരീക്ഷിക്കുന്ന ആള് ഈ ആൾ തന്നെയാണ്. ഓക്കെ. പിന്നെ കൂടുതൽ എന്റെ കട്ട സപ്പോർട്ടായിട്ട് എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ആവിദിത്ത, ആ ഒരു ടൈറ്റിൽ വിന്നറിന്റെ ആ ഒരു ഡിഷ്, അതിനെ കുറിച്ച് ഇത്ത ഒന്ന് പറയണം. ബിരിയാണിയിൽ പൊങ്ങ് എന്ന് പറയുന്നത്, പൊങ്ങ് എന്ന് പറഞ്ഞാൽ തേങ്ങ കൊപ്പരയായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വെള്ള സാധനം, അതാണ് പൊങ്ങ്. അത് വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അത് റൈസിൽ മിക്സ് ചെയ്തു, മസാലയിൽ മിക്സ് ചെയ്തു, അതിൻ്റെ ഒപ്പരം റൈസിൽ തേങ്ങാപ്പാൽ കൊടുത്തു. ബട്ട് എനിക്ക് ആ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമായി. റൈസിൽ തേങ്ങാപ്പാൽ ഇട്ടപ്പം ആ സോഫ്റ്റ്നെസ് ഓഫ് റൈസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിച്ചാൽ അത് പൊങ്ങാന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇവർ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലായി. ബട്ട് ബിക്കോസ് ഓഫ് ആഡിങ് ദാറ്റ് ഒരു നല്ല ടെക്സ്ചർ ഉണ്ടായിരുന്നു. അതാണ് എനിക്കിഷ്ടമായത്. പക്ഷെ എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതിൻ്റെ കൂടെ തന്നെ പല ഡ്രിങ്കുകളും. ആ ആയുർവേദിക് എന്താ പറയുക, കഞ്ഞിക്കുരുക്കൽ ചെറിയ കുട്ടിയായപ്പോൾ കോൾഡ് പിടിച്ചപ്പോൾ കുടിച്ച ഓർമ്മയേ ഉള്ളൂ. പക്ഷെ ഇന്ന് അത് സ്വീറ്റിനൊക്കെ ആയിട്ട് തന്നപ്പം ഇറ്റ് വാസ് വെരി നൈസ്. അങ്ങനത്തെ ചെറിയ ചെറിയ അവരുടെ ഡ്രിങ്കും എല്ലാം വളരെ നന്നായിരുന്നു. വെരി ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനിയോ? ആക്ച്വലി ഈ പറയുന്ന ഒരു സാധനം തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ പനിക്കൂർക്കൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവരുടെയും ജീവിതത്തില് നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അഖിലെ അത് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നടാ. തരാമെന്ന് പറഞ്ഞ ബിരിയാണി ഞാൻ തരും. ചേച്ചി വാക്ക് പറഞ്ഞ വാക്കാടാ. അപ്പൊ ആനീസ് കിച്ചൺ കുക്കറി കോntestന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ജെസി കബീർ ആൻഡ് ഷസ്ന കബീറിന് ആ 50,000 റുപ്പീസിന്റെ സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് നമ്മൾ നൽകാൻ പോവാണ്. ആനീസ് കിച്ചൺ കുക്കറി കോntestന്റെ ടൈറ്റിൽ വിന്നർ ആണ് ജെസി കബീർ ആൻഡ് ഷസ്ന കബീർ. സൂപ്പർനോവ ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഒരു മൊമെന്റോ കൂടിയുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റോ. യെസ്, അമൃത TV ആനീസ് കിച്ചൺ നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റോ. അങ്ങനെ ആനീസ് കിച്ചന്റെ കുക്കറി കോntest മലപ്പുറത്തെ അംഗം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ചേച്ചി. നമ്മുടെ അമൃത TVയെ സംബന്ധിച്ചിടത്തോളം 20 ഇയേഴ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ പുതിയ ഷോസ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനി ചേച്ചി ദാ ഇപ്പൊ മലപ്പുറത്ത് വന്നു.
ഇനി നമ്മൾ പല പല ഡിസ്ട്രിക്ട്സിലേക്ക് വരാൻ പോവാണ്. പല ജില്ലകളിൽ കോൺടെസ്റ്റുമായി നമ്മൾ എത്തും. എല്ലാരുടെ അടുത്ത് എത്തണ്ടേ? ഇപ്പൊ മലപ്പുറംകാരുടെ അടുത്ത് മാത്രം എത്തിയാൽ പറ്റും. അപ്പൊ കംപ്ലൈന്റ് വരും, എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നില്ല എന്ന്. ഇല്ല, ഞാൻ എല്ലായിടത്തും പോവും. ഓക്കെ, അപ്പൊ അടുത്ത വേറൊരു ഡിസ്ട്രിക്റ്റിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. This is we signing off from Annie's Kitchen Cookery Contest. Yay!